അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലോണം ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കൊടുത്താൽ മാങ്ങാക്കാലാവുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാറ് മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിട്ട് നീളത്തിൽ കഷ്ണങ്ങളാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ മുറിച്ച് നീളത്തിൽ ഇതേപോലെ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഈ ചനച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ചനച്ച മാങ്ങയാണ് കൂടുതൽ നല്ലത്. ചക്കരട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചനച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേരക്കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. മധുരം ഇട്ടതാവുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ കുട്ടികൾക്ക് കഴിക്കാൻ. ഇഷ്ടമാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇഞ്ചിയൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ കുട്ടികൾക്ക്. അതിങ്ങനെ കഷ്ണങ്ങളാക്കി ഒരു വലിയൊരു ഇഞ്ചി കഷ്ണം, അതേപോലെ 3 പച്ചമുളകുമാണ് ഞാൻ കഷ്ണങ്ങളാക്കുന്നത്. പച്ചമുളകൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഇതിലേക്ക് ഒരു 5 ഒക്കെ ശരിക്ക് 5 6 ഒക്കെ ഇട്ട് കൊടുക്കാം. അതാ ഞാൻ സ്റ്റീലിൻ്റെ ഒരു ഉരുളിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടായിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് മാങ്ങ ഇട്ടിട്ട് ഒന്നുകൾ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്കാണ് ശർക്കര 3 അച്ച് ചേർത്തി കൊടുത്തു. ആദ്യം മുളക് പൊടി 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ ചേർത്തി കൊടുത്തത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്.
അതും കൂടി ഒന്ന് ചേർത്തി കൊടുക്കുക. ശർക്കര ആദ്യം തന്നെ മാങ്ങ വേവണീൻ്റെ മുമ്പ് തന്നെ ഇട്ടുകൊണ്ട് വല്ലാതെ ഉടഞ്ഞ് കലങ്ങാതെ ഇരിക്കും. ഇപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് മറ്റേ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. അതിനു വേണ്ടി ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. കടുക് കറിവേപ്പിലയും പൊട്ടിച്ചിടുകയാണ്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി 2-3 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുക. നല്ലോണം പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി കറിക്കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്തി കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കറിക്കായത്തിൻ്റെ പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ തിളച്ച് വന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതാണ്. ഇനി ഈ കടുക് പൊട്ടിച്ചത് ഇതിൽക്കാണ് ഒഴിച്ചു കൊടുക്കുക. ഈ കുറച്ച് നേരം കൂടിയാണ് അടച്ച് വെച്ചാൽ നല്ല ശരിയായിട്ട് അതിൻ്റെ ആ കടുകിൻ്റെയും അതേപോലെ തന്നെ കറിക്കായത്തിൻ്റെയൊക്കെ ചുവയൊക്കെ അതിനൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിക്കോളും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒന്ന് കുറുകാൻ വേണ്ടി ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ സാധാരണ പത്തിരിക്കൊക്കെ പൊടിച്ച അരിപ്പൊടിയാണ്. വറുത്ത് പൊടിച്ചിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ മില്ലിൽ നിന്ന് പൊടിച്ച ആ പൊടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തത്. കുറുകി വരാൻ കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിൽ കുറുങ്ങി ഒന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വന്നോളും. അപ്പോൾ നല്ലൊരു മാങ്ങ ഇഞ്ചിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.